ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളെല്ലാവരും ചെടികളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അല്ലേ? കുറച്ചെങ്കിലും ഗ്രീനറി നമ്മൾ ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ടാവില്ല. ഏതൊരു നാട്ടിലാണെങ്കിലും നമ്മൾ ഹോസ്റ്റലിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു ചെറിയ ചെടിയെങ്കിലും നമ്മുടെ സ്പേസിൽ വേണമെന്ന് ഒരുവിധം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, ഒരു ഗ്രീൻ ഫീൽ. അപ്പോ അത് നമ്മളിപ്പം ചിലപ്പോൾ നമ്മൾ നടന്നു വരുമ്പോൾ ഒരു ചെറിയ ചെടീൻ്റെ തൈ കിട്ടി, നമ്മൾ ചിലപ്പോൾ അത് നമ്മുടെ കയ്യിലുള്ള ഒരു പ്ലാസ്റ്റിക് കപ്പിലോ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലോ എന്തിലെങ്കിലും നട്ടു. അപ്പോൾ അങ്ങനെ നട്ടത് നമുക്ക് പ്രസന്റബിൾ ആയിരിക്കില്ല. ആ ചെടി എത്ര ഭംഗിയുള്ളതാണെങ്കിലും അത് നല്ലൊരു പോട്ടിൽ വെച്ചാലല്ലേ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഡബ്ബകൾ, ഇതിന് എക്സാക്ട്ലി ഒരു പോട്ടെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പ്ലാന്റ് പോട്ടെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ അങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഡബ്ബകളോ എന്താന്ന് വെച്ചാൽ അത് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നതിനകത്തേക്ക് വെച്ചാൽ ഭംഗിയായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള ഒരു പ്ലാന്റ് പോട്ട്, ഒരു ക്യൂട്ട് ഡെക്കറേറ്റീവ് പ്ലാന്റ് പോട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടത് നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക്, അതായത് ക്രാഫ്റ്റ് സ്റ്റിക്കാണ് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ലേ, ഏകദേശം അത് തന്നെ. ഞാൻ 2 കളേഴ്സ് എടുത്തിട്ടുണ്ട്, ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി അപ്പോൾ അത് കളർ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന് വേണ്ട ബ്രഷ് എടുത്തിട്ടുണ്ട്, ഗ്ലൂ ഗൺ, ഗ്ലൂ സ്റ്റിക്ക്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളെ വേണ്ടു. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനെന്താ കുറച്ച് സ്റ്റിക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നല്ല ഗ്ലാസ് ആണ്, പക്ഷെ ഇൻ കേസ് ഇതൊരു പ്ലാസ്റ്റിക് ഗ്ലാസ് ആണെന്ന് വിചാരിച്ചു നോക്കൂ, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഡബ്ബയാന്ന് വിചാരിച്ചു നോക്കൂ. നമ്മൾ അടുക്കളയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഭംഗി ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇങ്ങനെ പ്രസന്റ് ചെയ്താല്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് വിചാരിക്കുക, അതാണ് എന്നുള്ളത്. അപ്പൊ ഞാൻ ഇതിപ്പോ ഇവിടെ എടുത്ത് വെക്കാൻ കാരണം എന്താന്ന് വെച്ചാല്, അതായത് നമുക്ക് ഏകദേശം അത് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള നീളവും വീതിയും ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്കിത് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് അതിന്റെ ബേസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഗ്ലൂ സ്റ്റിക്ക് എടുത്ത് നമുക്ക് ഗ്ലൂ ഗൺ എടുത്ത് ഗം അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ആ ബേസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ദാ നമ്മൾ ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വാള് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇങ്ങനെ 2 വാൾ ആദ്യം 2 സൈഡിൽ ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ അഗെയിൻ ഗ്ലൂ വെച്ച് ഒന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ വെക്കണേ. ഇങ്ങനെ വെച്ചു. അതേപോലെ തന്നെ ഇപ്പുറത്തും വെക്കാം. അപ്പോ ഇനി നമുക്ക് ഈ 2 സൈഡില് ചെയ്യാം ബോള്. അങ്ങനെ നമ്മുടെ കപ്പിന്റെ, അതായത് ഗ്ലാസോ കപ്പോ എന്താ വെച്ചാൽ അതിന്റെ സൈസ് മറയ്ക്കുന്ന രീതിയിൽ ചെയ്യണം കേട്ടോ. ഇങ്ങനെ വെക്കാം. അതേപോലെ അടുത്ത സൈഡിൽ ഇനി വീണ്ടും ഇങ്ങനെ വെക്കുക, പിന്നെ ഇങ്ങനെ വെക്കുക. അതേപോലെ നമുക്ക് ഈ ഗ്ലാസിന്റെ ഹൈറ്റ് ഫില്ലാവുന്നവരെ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ ദാ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് ഈ ഗ്ലാസ് ഇറക്കി വെച്ച് നോക്കൂ, കറക്റ്റായിട്ട് അകത്ത് വരെ ചെല്ലും. പുറമേ നിന്ന് കാണൂല,
കുറച്ചും കൂടെ പ്ലാന്റ്സ് ഇട്ടാൽ അത് ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഇത് കളർ ചെയ്യണം. ഓക്കെ, അപ്പൊ കളർ ചെയ്യാനായിട്ട് ഞാനിവിടെ ഗ്രീൻ കളർ എടുത്തിരുന്നത്. ഇത് ഗ്രീൻ ലീഫ് അല്ലേ, അപ്പം ഒരു കോൺട്രാസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഞാനിത് മാറ്റിയിട്ട് യെല്ലോ കളർ എടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് പെയിന്റ് ചെയ്യാൻ തുടങ്ങാം. എന്താ യെല്ലോ പെയിന്റ് എടുത്തിട്ടുണ്ട്. ഞാൻ പെയിന്റിങ്ങിൽ അത്ര എക്സ്പേർട്ട് അല്ല കേട്ടോ, എന്നാലും ചെയ്തു നോക്കാം. പിന്നെ നമ്മൾ ഈ ഗ്ലൂവിന്റെ ഇങ്ങനെ ചെറിയ ചെറിയ നാരുകൾ പോലെ നിൽക്കുന്നുണ്ടാവും, അത് കംപ്ലീറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം വേണം പെയിന്റ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, ഇങ്ങനത്തെ നാരുകൾ ആദ്യമേ റിമൂവ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഉള്ളിലും പുറമേയും ഒക്കെ അങ്ങ്, ഉള്ളിലും പുറമേ ഇൻ ദ സെൻസ് ഈ ബേസ്മെന്റിലും ചെയ്യണം, പുറമേയും ചെയ്യണം. അതേപോലെ ഫുള്ള് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒന്ന് കംപ്ലീറ്റ് ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് വരാം. അപ്പൊ നമ്മൾ യെല്ലോ കളർ അടിച്ചിട്ടുണ്ട്. കുറച്ച് നാരൊക്കെ ബാക്കിയുണ്ട് കേട്ടോ ഞാൻ കളയാൻ. എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ചൊരു ബിസി ഡേ ആയിരുന്നു, അപ്പൊ അതിന്റെ ഇടയിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഈ നൂലുകളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെയ്യണം. ഇനി നമുക്കൊന്ന് ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വൈറ്റ് കളറായിരുന്നു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, ഒരു ഓറഞ്ച് കളർ, കാരണം ഇതിന് കോൺട്രാസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഓറഞ്ച് കളർ എടുത്തിട്ട് നമുക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അത് ഒരു ബഡ്സോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒരു ബഡ്സ് എടുത്തിട്ട് നമുക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്. നമുക്ക് ഡിസൈൻസ് ഒക്കെ വേറെ ഇഷ്ടംപോലെ ചെയ്യാം കേട്ടോ. ഡോട്ട്സിനെ കുറച്ചും കൂടെ വൃത്തിയിലൊക്കെ ചെയ്ത് കൊടുക്കാം. ഇന്ന് എനിക്ക് എന്താ വെച്ചാൽ ടൈം ഉണ്ടായില്ല, എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട്, പുറത്തു പോകാനൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോ ഇതാണ് നമ്മുടെ ഫാൻസി പ്ലാന്റ് പോട്ട്. അതിൽ നേരെ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇതേപോലെ നമുക്കൊന്ന് കയ്യിലുള്ള പൊട്ട പോട്ട്സ് ആണെങ്കിൽ അതിനൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. അപ്പം ഹോപ്പ് യു ഓൾ ലൈക്ക് ദി വീഡിയോ. അപ്പോൾ എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, വേണ്ടപ്പെട്ടൊക്കെ ഷെയർ ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.